ഹ്യൂനുമോന്റെ നാട്ടിലാകട്ടെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. മീറ്റിംഗിൽ വെച്ച് അച്ഛന്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി യുവാക്കളെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യമെന്നൊക്കെ പറയുന്നു. അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഒക്കെ ഉണ്ട്. ആ ഒരു ഫ്രൂട്ട് ആകട്ടെ ഹെയിന്റെ കടയിൽ പോലും വെക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആളുകളും അച്ഛനോട് ചോദിക്കുകയാണ്. വർക്കിനെ വർക്കിന്റേതായിട്ടുള്ള രീതിയിലും അല്ലാത്ത ലൈഫിനെ ആ രീതിയിലും കാണണമെന്നായിരുന്നു അച്ഛനും പറയുന്നത്. ഹ്യൂൻവോ പണക്കാരിയായിട്ടുള്ള ഒരു സിഒനെ വിവാഹം കഴിച്ചു എന്ന് മാത്രമായിരുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇന്നേ വരെ ഞങ്ങൾക്ക് ഹെയിനെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഹെയിനും ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഭൂമികുലുക്കമൊക്കെ പോലെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ നിന്ന് കുലുങ്ങുകയാണ്. ആളുകൾ ജനൽ വഴി താഴേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഗ്രൗണ്ടിലും ക്വീൻസ് ഗ്രൂപ്പിന്റെ ഒരുപാട് വണ്ടികളൊക്കെ വരികയാണ്. അതിലൊരു വണ്ടിയിൽ നിന്നും ഹെയിനും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു. ഹെയിൻ അവിടെ എത്തിയതൊന്നും തന്നെ അച്ഛന് വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അച്ഛന്റെ 60ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് വരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ് എന്ന രീതിയിൽ ഇപ്പോഴും ഞാൻ വന്നിട്ട് ഈ വില്ലേജിലുള്ള എല്ലാവർക്കും ഫുഡൊക്കെ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് അവളും പറയുന്നത്. അച്ഛന്റെ മരുമകൾ എന്ന രീതിയിൽ ഹെയ്നും സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്താണ് സംഭവിച്ചെന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കുമാണ്, ഒരു ദിവസം ഞങ്ങളെ കാണുവാനായിട്ട് വരാമെന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ഒരു ദിവസം ഇന്ന് ഇപ്പോൾ ആക്കുവാൻ സാധിക്കുമോ? അച്ഛനും റീഎലക്ഷൻ ഒക്കെ നടത്തുന്ന തിരക്കിലാണ്. പക്ഷെ അച്ഛൻ ആളുകളുടെ സപ്പോർട്ട് വളരെയധികം കുറവാണ്. നീ വന്നിട്ട് അച്ഛന് വേണ്ടി ഒന്ന് സംസാരിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേച്ചിയും ഹെയ്നും മെസ്സേജ് ഒക്കെ അയക്കുന്നു. ആ ഒരു മെസ്സേജ് ഒക്കെ കാണുന്ന ഹെയ്നും ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ഈ ഒരു കാര്യം പറയുവാനായിട്ട് ആയിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. എല്ലാവർക്കുമുള്ള ഫുഡിന്റെ ഒപ്പം വളരെയധികം വില കൂടിയ കോസ്മെറ്റിക്സും ഡ്രസ്സും എല്ലാം തന്നെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ആ നാട്ടുകാർക്കൊക്കെ നൽകുകയാണ്. ക്വീൻസ് ഗ്രൂപ്പിന്റെ ഫുഡൊക്കെ കഴിച്ച് നാട്ടുകാരും എൻജോയ് ചെയ്ത് ഇപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അമ്മയും ഹിനുവിനെ കോൾ ചെയ്തതിനു ശേഷം ഹെയിൻ നമ്മുടെ നാട്ടിൽ വന്നു എന്നും എല്ലാവർക്കും ഫുഡും മറ്റു സാധനങ്ങളും നൽകിയെന്നും ഹെയിൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അമ്മയും ഹിനുവിനെ അറിയിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവന് നാട്ടിലേക്ക് പുറപ്പെടുന്നു. ഹ്യൂനുമോന്റെ റൂമിലേക്ക് എത്തുന്ന ഹെയിനാകട്ടെ റൂമിൽ നിന്നും ഒരു ഓഡിയോ പ്ലെയർ ഒക്കെ കിട്ടുകയാണ്. ഹെയിൻ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേട്ടന്റെ മകനായിട്ടുള്ള ഹോയോൾ അവിടെ എത്തുകയാണ്. നിന്നെ ഇതുവരെയും ഞാനിവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, നീ ആരാണെന്നൊക്കെ ഹോയോൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും ഈ ഒരു വീട്ടിലെ ആളാണ്, ഞാൻ ഇടയ്ക്ക് മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്നൊരു മറുപടിയൊക്കെ അവളും നൽകുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ആ കുട്ടിയും അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ പട്ടിയുടെ പേരെന്താണെന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നത്. അവളും ഒരു പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ പട്ടിയൊന്നും ഇല്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഹെയ്നും ഞാൻ ഹിനുവിന്റെ വൈഫാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹിനുവിന്റെ ചേട്ടന്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞ് അവനും സ്വയം പരിചയപ്പെടുത്തുന്നു. ഹെയ്ൻ കൊണ്ടുവന്ന കാറിൽ ഒന്ന് റൈഡ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ അവനും ഉണ്ടായിരുന്നു. അവനും ആ ഒരു ആഗ്രഹമൊക്കെ ഹെയ്ന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നീ എന്നോട് മിണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള അനുവാദം ഞാൻ നൽകാമെന്നായിരുന്നു ഹെയ്ൻ പറയുന്നത്. അവനും അങ്ങനെ വാക്കൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ ഹെയ്നും അവനെ ഒന്ന് രണ്ട് റൈഡിനൊക്കെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഓഡിയോ ടേപ്പ് ഒക്കെ താഴേക്ക് പോകുകയാണ്. പക്ഷെ പിന്നീട് അവൾ അത് എടുക്കുവാനായിട്ട് കുനിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ടേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നേരത്തെ നിന്ന സ്ഥലത്ത് പോലും ആയിരുന്നില്ല അവൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് അതിനിടയ്ക്ക് അവൾ എങ്ങോട്ടേക്കോ നടന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവൾ എങ്ങോട്ടേക്കാണ് പോയതെന്നോ എപ്പോഴാണ് പോയതെന്നോ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നോ ഒന്നും തന്നെ അവൾക്ക് അറിയിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്ന് കരയുന്നു. ഹേനെ അന്വേഷിച്ച് ഹിനു എത്തുമ്പോഴത്തേക്കും ഹിനുവിനെ ആ ഒരു നാട്ടുകാരെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ അവന് അവളെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഹെയ്നും വീട്ടിലാണുള്ളതെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് അവൻ എത്തി കഴിയുമ്പോഴത്തേക്കും കാറുകാരനും അവൾ വീട്ടിലില്ല എന്ന കാര്യമൊക്കെ അവനെയും അറിയിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളും എടുത്തുകൊണ്ട് അവനും അവളെ അന്വേഷിച്ചു പോകുന്നു. രാത്രിയിൽ ഹെയ്ൻ റോഡിന്റെ നടുക്കൂടെയൊക്കെ നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു ഹിനു അവിടെ വെച്ച് അവളെ കാണുന്നത്. നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? നിന്നെ കോൾ ചെയ്തിട്ട് നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്? നിന്നെ അന്വേഷിച്ച് വീട്ടിലും ഹാളിലും എല്ലാം തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നീ ആരോടും പറയാതെ എന്തുകൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാനൊന്ന് നടക്കുവാനായിട്ട് ഇറങ്ങിയതാണെന്നാണ് അവൾ മറുപടി പറയുന്നതെങ്കിലും പിന്നീട് അവൻ പോകുമ്പോഴത്തേക്കും അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ കണ്ടുപിടിച്ചതെന്ന് അവന്റെ ശരീരത്തുണ്ടായിരുന്ന വിയർപ്പൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാക്കുന്നു. ഞാൻ ശരിക്കും നിന്റെ വീടിന് മുമ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാകട്ടെ ഇവിടെയാണ് ഞാൻ വന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്നോ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നോ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നെന്നോ എനിക്ക് അറിയുകയില്ല എന്നൊക്കെ അവളും തുറന്നു പറയുകയാണ്. ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും അവളുടെ അടുത്ത് ചെന്ന് അവളിൽ നിന്ന് ഹഗ് ചെയ്യുന്നു. ആ ഒരു സീനൊക്കെ അവിടെ കട്ടായതിനു ശേഷം മറ്റൊരു സീനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവനും സിയോളിലേക്ക് പഠിക്കുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെ തന്നെ അവരെയും കണ്ടാൽ മതി, നീ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനും സപ്പോർട്ടൊക്കെ ചെയ്ത് അവനെ പറഞ്ഞയക്കുന്നു. അതേ ദിവസം ആയിരുന്നു ആ ഒരു സ്കൂളിൽ നിന്നും പഠിക്കുവാനായിട്ടൊക്കെ ഹെയ്നും സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹെയ്ന്റെ സഹോദരനൊക്കെ മരിച്ചു പോയത് കൊണ്ട് തന്നെ അവളും ആ ഒരു ഷോക്കില്
മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു ദിവസമൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഹെയിന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളൊക്കെ പറയുന്നു. അവളും അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മ്യൂസിക് ഒക്കെ കേട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോക്കുകയാണ്. അങ്ങനെ സ്കൂളൊക്കെ വിട്ട് അവൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളിനെ മൊത്തത്തിലൊന്ന് നോക്കി വീണ്ടും തിരിയുമ്പോഴത്തേക്കും കാല് തെറ്റി അവൾ നിലത്ത് വീഴുന്നു. അപ്പോൾ അതുവഴി നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഹിനുവു അവൾക്ക് ഒരു ബാൻഡേഡ് ഒക്കെ നൽകുന്നു. അവളും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എണീറ്റ് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവനും ആ ഒരു ബാൻഡേഡ് അവളുടെ കാലിൽ വെച്ചു കൊടുക്കുകയും അവളോട് മരുന്നൊക്കെ വെക്കുവാനായിട്ട് പറയുകയും ചെയ്തിട്ട് അവൾക്ക് എണീക്കുവാനായിട്ട് കൈയൊക്കെ നീട്ടി കൊടുക്കുകയാണ്. പക്ഷെ അപ്പോഴും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു. പിന്നീട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോകുകയും വണ്ടിയിലൊക്കെ കയറുകയും ചെയ്യുന്നു. പക്ഷെ അവളാകട്ടെ നേരത്തെ മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരുന്ന ആ ഒരു ഓഡിയോ പ്ലെയർ ഒക്കെ അവിടെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതേ ഓഡിയോ പ്ലെയർ ആണ് ഹിമു സൂക്ഷിച്ചു വെച്ചതും. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഇതിന്റെ 4th എപ്പിസോഡ് അവസാനിക്കുകയാണ്. 5ാമത്തെ എപ്പിസോഡിൽ ഹെയിൻ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹിനുവും അവളെ സമാധാനിപ്പിക്കുവാനായിട്ട് അവളെ ഹഗ് ചെയ്യുന്നു. ചെറിയ രീതിയിലങ്ങ് മഴ തൂളുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെയിനെ സൈക്കിളിലൊക്കെ ഇരുത്തിയിട്ട് ഹിനുവും ഒരു മരച്ചുവട്ടിലൊക്കെ പോയി ഇരിക്കുകയാണ്. ഹെയ്യനോട് നീ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഹിനു ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ ചേച്ചി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയാകട്ടെ അച്ഛൻ ഇലക്ഷനിൽ തോക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞു. കുറച്ച് അരിയും സോപ്പും ഒക്കെ അവർ വാഗ്ദാനം നൽകിയത് കൊണ്ടായിരുന്നു അച്ഛനും തോൽക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ സഹിക്കുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ടായിരുന്നു ബീഫൊക്കെ ആയിട്ട് ഞാനും എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചിരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഹെയ്നെ കാണാത്തത് കൊണ്ട് തന്നെ ഫാമിലി മൊത്തത്തില് ഹെയ്നെ അന്വേഷിച്ച് നടക്കുന്നതൊക്കെ അവർ കാണുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഹെയ്നെ അവർ കണ്ടുമുട്ടുന്നു. ആ ഒരു മഴയത്തൊക്കെ അവർ ഹെയ്നെ അന്വേഷിച്ച് വന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കും അതിശയം തോന്നുകയാണ്. അവരും ഒന്നും രണ്ടും ഒക്കെ വീട്ടിലെത്തിയതിനു ശേഷം ഹെയ്നോട് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേക്കും അമ്മയും അവരെ എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് ഹെയ്നോടും ഹിനുവിനോടും ഉറങ്ങിക്കോളുവാനൊക്കെ പറയുന്നു. ഹെയ്ന് മുടിയൊക്കെ ഉണക്കുവാനായിട്ടുണ്ടായിരുന്നു. ഹിനുവും പഴയൊരു ഹെയർ ഡ്രയർ ഒക്കെ അവൾക്ക് എടുത്തു നൽകുന്നു. അവളും അതൊക്കെ കൊട്ടിയിട്ട് വർക്കാകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനും പ്രത്യേക രീതിയിലൊക്കെ പിടിച്ചിട്ട് അത് വർക്കാക്കിക്കുകയാണ്. മാത്രമല്ല അവളുടെ മുടിയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. സൂചോളം ഹെയ്ൻ ഇപ്പോൾ ഉള്ളത് ഹിനുവിന്റെ വീട്ടിലാണെന്നും അവിടെ നടന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇതേന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛന്റെ 60ാമത്തെ പിറന്നാളിന് വരാൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതെന്നൊക്കെ ഹെയ്ൻ പറയുന്നതൊക്കെ കേൾക്കുന്ന അമ്മയാകട്ടെ ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും അവൾ എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല എന്ന് സ്വയം പറയുന്നു. വില്ലേജിലുള്ള ആളുകൾ എല്ലാവരും കൊണ്ടുവരുന്ന ഫുഡ് മുഴുവൻ തന്നെ ഹെയ്നും കഴിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്കാകട്ടെ 3 ലക്ഷത്തോളം വ്യൂസും വന്നു കഴിഞ്ഞിരിക്കുന്നു. അവളും അവിടെയുള്ള ആൾക്കാരൊക്കെ അവൾക്ക് ഫുഡ് തന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മുറിവൊക്കെ ഹിനുവും ശ്രദ്ധിക്കുന്നു. കയ്യിൽ മാത്രമായിരുന്നില്ല, കാലിലും മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെയ്നും ഹിനുവും നല്ല രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കും ഡിവോഴ്സിന്റെ കാര്യം ഇനി ചർച്ച ചെയ്യാതിരിക്കാം. അവരും ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ആ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ അവരെല്ലാവരും തന്നെ മറക്കുന്നു. പക്ഷെ അച്ഛനാകട്ടെ ഈ ഒരു വിവരമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയും ഹിനുവിനെയും ഹേനയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കട്ടെ എന്നായിരുന്നു അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അയാളെ കാണേണ്ട ആവശ്യവും ഇവർക്ക് വന്നിരിക്കുകയാണ്. അച്ഛൻ അങ്ങനെ അയാളെ ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ അയാളുടെ അടുത്തും അച്ഛൻ ചോദിക്കുകയാണ്. പക്ഷെ അയാളും അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ആകെയുള്ളത് അമ്മയാണ്. അമ്മയോട് ഒരു കാര്യങ്ങളും അയാൾ മറച്ചു വെക്കുകയില്ല. പക്ഷെ അമ്മയ്ക്കാകട്ടെ ബോഡിക്ക് ചെറിയ തകരാറൊക്കെ ഉള്ള കൂട്ടത്തിലുമാണ്. അച്ഛനെ കാണുമ്പോഴത്തേക്കും ആ ഒരു അമ്മയാകട്ടെ അച്ഛനെ തന്റെ ഹസ്ബൻഡ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. നീ എന്തുകൊണ്ടാണ് എപ്പോഴും വീട്ടിൽ നിന്നും പോകുന്നത്? നീ എവിടെ പോയാണ് കിടന്നുറങ്ങുന്നത്? എപ്പോഴാണ് നീ വീട്ടിലെത്തിയതെന്നൊക്കെ ആയിരുന്നു അമ്മയും ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു അമ്മ സ്വന്തം മകനോട്ട് തിരിച്ചറിയുന്നുമില്ല. ഹേനും ഹിനുവും തമ്മിൽ ഇപ്പോൾ പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ എന്നേക്കുമായിട്ട് മറന്നേക്കാമെന്ന് അച്ഛനും കൗൺസിലറുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അയാൾ സമ്മതിക്കുന്നു. ഹ്യൂൻമുവും ഒരു ബാൻഡേഡൊക്കെ അവൾക്ക് ഒട്ടിച്ചു നൽകുകയാണ്. ഇതേ ബാൻഡേഡൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്തും അവൻ നൽകിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നീ ഒരിടത്തേക്കും തനിച്ചു പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ പോകുകയാണെങ്കിൽ നിനക്ക് പരിക്ക് പറ്റുന്നതായിരിക്കുമെന്നൊക്കെ ഹ്യൂൻമുവും അവളെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളും അവളുടെ കൈയൊക്കെ നോക്കിയിട്ട് ജീവിതത്തെ കുറിച്ച് വരുന്ന ഒരു വരയൊക്കെ അതിലുണ്ട്. ആ ഒരു വര വളരെ ചെറുതാണെന്നും താൻ അധികം കാലം ജീവിച്ചിരിക്കുകയില്ല എന്നുമൊക്കെ അവന്റെ അടുത്തും പറയുന്നു. ക്യാൻസറിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ യൂറോപ്പിൽ ഉണ്ടെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ അസുഖമൊക്കെ മാറുമെന്ന് നീ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹ്യുനു ആകെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഹെയ്നും അവർ പൂർണ്ണമായിട്ടും എന്റെ അസുഖം മാറ്റുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അവർ ഓൾറെഡി ബെസ്റ്റ് ആയിട്ടുള്ളവരാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് നിന്റെ അസുഖം മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന് അവൻ അറിയിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകുവാൻ പേടി തോന്നുകയാണ്.
നിനക്ക് മാത്രമല്ല എനിക്ക് അസുഖമുള്ള കാര്യമൊക്കെ അറിയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നീയും എന്റെ ഒപ്പം യൂറോപ്പിലൊക്കെ വരാമോ എന്ന് അവളും ചോദിക്കുന്നു. അങ്ങനെ അവർ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഹിനുവും അവളെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അവളുടെ അടുത്ത് ഇരിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന അവനും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് താൻ അവളെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹിനു ആദ്യം ആലോചിക്കുന്നത്. അവളെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ശരിയല്ല എന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ടെങ്കിലും തിരിച്ച് അവളുടെ അടുത്ത് ചെന്നാൽ എന്ത് പറയണമെന്ന് പോലും അറിയാത്ത അവനും തിരിച്ച് വീട്ടിലേക്ക് പോകുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ പിന്നീട് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന അവനും അവിടെ നിന്നും പോകുന്നു. അവനും എന്നെ തനിച്ചാക്കി പോയതാണോ എന്നൊക്കെ ഹെയ്ൻ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവൻ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നതുകൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ സ്വയം വിചാരിക്കുന്നു. ഹെയ്നും അവന് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.